ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്ന ഒരാൾക്ക് രണ്ടാമത് സ്ട്രോക്ക് വരാനുള്ള റിസ്ക് മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തന്നെയാണ്. ഓ. തീർച്ചയായിട്ടും കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അവിടെയാണ് സ്ട്രോക്ക് യൂണിറ്റിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അമൃത സ്ട്രോക്ക് യൂണിറ്റിൽ നമ്മൾ എന്താണ് ഇയാൾക്ക് സ്ട്രോക്ക് വന്നത്? ആഹാ. ആ കാര്യം കണ്ടുപിടിച്ചിട്ടേ നമ്മൾ ഇതുള്ളൂ. കാരണം വെച്ചാൽ അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രതിരോധ ചികിത്സ. ഉം, ഉം, അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ ചില ആൾക്കാർക്ക് ആസ്പിരിൻ ഗുളിക മാത്രം മതിയാവും. ഉം, അപ്പോൾ ചില ആൾക്കാർ കുറച്ചുകൂടി ശക്തിയുള്ള ഗുളികകൾ വേണ്ടി വരും. അത് ആർക്ക് വേണം വേണ്ടെന്നുള്ളത് തീരുമാനിക്കണം. കാരണം ആസ്പിരിൻ ഗുളിക കൊടുക്കേണ്ട ആൾക്ക് ആസ്പിരിൻ ഗുളിക മതി. വാർഫാരിൻ ഗുളികയോ മറ്റ് ശക്തിയുള്ള ഉം, രക്തലിപികളുടെ മരുന്നുകളോ വേണ്ടത് ആൾക്കാർ ആര് നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ അത് ഉചിതമായ പ്രതിരോധ ഉം, ചികിത്സയാവുന്നുള്ളൂ. കാരണം സ്ട്രോക്ക് പ്രതിരോധ ചികിത്സയും അടിയന്തര ചികിത്സയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഉം, കാരണം ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നമ്മൾ ആരായാലും. കാരണം 1 ഇൻ 5 എന്നാ സ്ട്രോക്കിനെ കുറിച്ച്. നമ്മളിവിടെ ഇത്തരം നമ്മൾ 5, 6 പേര് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരാൾക്ക് എന്തായാലും സ്ട്രോക്ക് വന്നിരിക്കും. അപ്പോൾ സ്ട്രോക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്ട്രോക്ക് പ്രിവെൻഷൻ. ഉം.